ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവൾക്ക് ഇപ്പൊ മാസം 3. ആ മോളെ രാധികെ, 3-ാം മാസമാണെങ്കിൽ പ്രിയങ്ക ഇന്ന് തന്നെ ചെക്കപ്പിന് കൊണ്ടുപോണ്ടേ? ആ അത് ശരിയാ മുത്തശ്ശി. അത് മാത്രല്ല, മാസവും ചെക്കപ്പും വേണം. ഇപ്പൊ ഈ പടർന്നു പിടിക്കുന്ന അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ? ആ അല്ല, ഇതിപ്പോയി സംസാരിക്കേണ്ട ആവശ്യം എന്താ? പ്രിയങ്കയല്ലേ ഈ ഇരിക്കുന്നേ? നേരെ ഇപ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാ പോരെ? ആ നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് താരയുണ്ട്, അവളെ കാണിച്ചാ മതി. അവളാവുമ്പോ മിടിക്കാണല്ലോ. ആ താര കൊള്ളാം. സുകുമാരി, എത്രയും പെട്ടെന്ന് പ്രിയങ്ക മോളെ ഒന്ന് റെഡിയാക്ക. നമുക്ക് മോളെയും കൊണ്ടെന്ന് ആശുപത്രി പോ. അവളെ ആരും എങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മുത്തശ്ശി ശരിയാവ്? ചെക്കപ്പ് നടത്തേണ്ട അത്യാവശ്യമല്ലേ മുത്തശ്ശി വെറുതെ വാശി കാണിക്കല്ലേ? അവക്ക് വേണ്ടി ചെക്കപ്പൊക്കെ ഞാൻ ചെയ്തോളാം. മുത്തശ്ശി വെറുതെ തർക്കിക്കണ്ട. അവളെ ഡോക്ടറെ അടുത്ത് ഞാൻ കൊണ്ടുപോയിക്കോളാം. അതെന്തിനാ നീ കൊണ്ടുപോകുന്നത്? ഞങ്ങളൊന്നും കൊണ്ടുപോയാൽ ശരിയാവില്ലേ? സുകുമാരി അല്ലേ പറയുന്നത് പ്രിയങ്കയെ നോക്കാനുള്ള ഉത്തരവാദിത്വം പത്മിനിക്കാണെന്ന്. അപ്പൊ പത്മിനി കൊണ്ടുപോട്ടെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്റെ മോളെ ഡോക്ടറെ കാണിക്കാനൊക്കെ എനിക്കറിയാം. സുകുമാരി വെറുതെ കളിക്കാൻ നിക്കരുത്. ഇത്രയും കാലം ഗർഭിണിയെ ഞങ്ങൾ നോക്കാത്തതിലായിരുന്നല്ലോ. നോക്കാൻ തീരുമാനിച്ചപ്പോ അതും പരാതിയോ? മുത്തശ്ശി തീരുമാനം എടുത്തോ, പക്ഷെ അവളെ നമ്മൾ കൊണ്ടുപോയിരിക്കും. മോളെ പ്രിയങ്കെ, നീ എഴുന്നേറ്റേ. ആശുപത്രി കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. അങ്ങനെ ആശുപത്രി കൊണ്ടുപോകേണ്ടതായ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലേ ഞാൻ നോക്കിക്കോളാം. മുത്തശ്ശി മോളും കൂടെ ഇറങ്ങിയിരിക്ക പുതിയ പദ്ധതിയുമായിട്ട്. മുത്തശ്ശി, ഞാൻ പറയുന്നത് കേൾക്ക്. നീ പറയുന്നത് കേൾക്കാൻ എനിക്ക് മനസ്സില്ല. കൊച്ചേ, നീ വരുന്നുണ്ടോ? ആ എങ്കി വാ, നമുക്കേ മുറി കൊണ്ടുവച്ച് തിന്നാം. പോ. ഇവരെന്താ അമ്മ ഇങ്ങനെ? അതങ്ങനെയാ പത്മിനി. കാര്യങ്ങളൊക്കെ സുകുമാരിയുടെ കയ്യിൽ നിന്ന് പോയി തുടങ്ങി. ഇനി നീ കണ്ടോ എന്താ നടക്കാൻ പോകുന്നതെന്ന്. ഇപ്പൊ എനിക്ക് വിശ്വാസമായി മുത്തശ്ശി. ഇനി നമ്മളെ വിട്ടുകൊടുക്കാൻ പാടില്ല. എന്തൊക്കെയാ നിങ്ങൾ രണ്ടാളും കൂടി പറയുന്നേ? പത്മിനി, ഒരാണിനെ തകർക്കാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്താ? അവനെ കൈ ചൂണ്ടി ഒരു പെണ്ണ് എന്തെങ്കിലും വിളിച്ചു പറയുന്നതല്ലേ? വരുൺ തലകുനിച്ച് നടക്കുന്നത് കാണുമ്പോ നിനക്ക് നല്ല സങ്കടമില്ലേ? അവന്റെ തല നമുക്കൊന്ന് ഉയർത്തിക്കണ്ടേ? അതിനുള്ള തുടക്കമാണെന്ന് കരുതിയാ മതി.